ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണി കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സ്ലൈസ്ഡ് ഓണിയൻസ്, പിന്നെ ചോപ്പ് ടൊമാറ്റോസ്, പിന്നെ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ സ്ലിറ്റ് ചില്ലീസ്, പിന്നെ ഇവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് ബസ്മതി അരി വാഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ സ്പൈസസ് ആയിട്ട് ബേ ലീഫ്, ജാതിപത്രി, ഏലക്ക, ഗ്രാമ്പു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല. പിന്നെ ഇവിടെ ഞാൻ ചിക്കൻ ഇത്തിരി ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് മോർ ടേസ്റ്റിയർ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ പീസസൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് വേവ് ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ് വേവ് കുക്കറിലിട്ടുമ്പോൾ ശരിയായിക്കോളും. ഇനി നമ്മൾ മെയിൻ പോട്ടായിട്ടുള്ള കുക്കർ വയ്ക്കുക, അതിലേക്ക് നമ്മൾ ഗീ ഇടുക. എന്നിട്ട് ഇതിത്തിരി ആർഭാടാണെന്ന് അറിയാം, എന്നാലും ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാഷ്നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ സ്ലിറ്റ് ചില്ലീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമ്മുടെ സ്ലൈസ്ഡ് അനിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. ഈ അനിയൻസ് ഒന്ന് പെട്ടെന്ന് കുക്കാവാനായിട്ട് നമുക്ക് സോൾട്ട് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമ്മുടെ ചോപ്ഡ് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാ സ്പൈസസും നമ്മൾ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇൻക്ലൂഡിങ് ദി മസാല പൗഡേഴ്സ് ആസ് വെൽ ആസ് ദ സ്പൈസസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 തണ്ട് കറിവേപ്പില ഇപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ കറിവേപ്പില ആ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതായപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഗ്രേവി ആ ചിക്കനിലേക്ക് നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ റൈസ് ഈ ഗ്രേവിയിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് റൈസ് എടുത്തത്. 2 ഗ്ലാസ് റൈസിന് ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാനൊരു സ്ലൈസ് ഓഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്നട്ടും ഇട്ട് കൊടുത്ത് കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ലിഡ് ക്ലോസ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് വീഡിയോ, ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. എന്നിട്ട് ഞാൻ സെർവ് ചെയ്തതാണിത്. ഹൗ ഇസ് ഇറ്റ്? ചിക്കൻ ബിരിയാണി കണ്ടിട്ട് തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ലുക്ക് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു ഈസി പ്രഷർ കുക്കർ ബിരിയാണിയാണിത്. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നാരങ്ങാച്ചാർ എടുത്തിട്ടുണ്ട്, പിന്നെ സർലാസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീസ് പപ്പടം എടുത്തിട്ടുണ്ട്. എനിക്ക് നാരങ്ങാച്ചാറില്ലാതെ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഹൗ ഇസ് ദ ബിരിയാണി. ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. ബൈ.